നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് ചാപ്പക്കാരുടെ വരവോടെ സമാപനം. ഓടുന്ന ട്രെയിനിന്റെ ബ്രേക്ക് ജാമായതിനെ തുടർന്ന് ജില്ലയിൽ നിന്നുയർന്ന പൊടിപടലം പുകയാണെന്ന് തെറ്റിദ്ധരിച്ച് പരിഭ്രാന്തിയിലായി ട്രെയിൻ യാത്രക്കാർ. ലഹരിക്കെതിരെ തെക്കുമുറി GLP സ്കൂളിൽ പാവനാടകം അവതരിപ്പിച്ചു. ഒഴൂർ പഞ്ചായത്തിൽ VBS യാത്രയുടെ സ്വീകരണവും അനുബന്ധ പരിപാടികളും മികച്ച ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കേരള നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ അന്തർജില്ലാ സൈക്കിൾ പ്രചരണ യാത്രയും വനിതകളുടെ സൈക്കിൾ ഓട്ട മത്സരവും തിരൂരിൽ നടന്നു. മംഗലം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകൾ. വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് ചാപ്പക്കാരുടെ വരവോടെ സമാപനം. പുലർച്ചെ 5 മണിയോടെയാണ് വാക്കാട് നിന്നുള്ള ചാപ്പക്കാരുടെ വരവ് ജാറം മൈതാനത്തെത്തിയത്. ഞായറാഴ്ചയാണ് കൊടിയേറ്റം നടന്നത്. ഞായറാഴ്ച രാവിലോടെയുള്ള കഞ്ഞിക്കാരുടെ വരവോടെയാണ് വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് ആരംഭം കുറിച്ചത്. രാത്രിയോടെയാണ് കൊടിയേറ്റം നടന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കൊടിയേറ്റ വരവ് പുറപ്പെട്ടത്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി 50ഓളം പെട്ടിവരവുകളാണ് ജാറം മൈതാനത്തെത്തിയത്. ബുധനാഴ്ച പുലർച്ചെയോടെയുള്ള ചാപ്പക്കാരുടെ വരവ് എത്തിയതോടെ കമ്പം കത്തിക്കൽ ചടങ്ങ് നടന്നു. ആയിരക്കണക്കിന് ആളുകളാണ് നേർച്ച കാണാനായി എത്തിയത്. വെട്ട ന്യൂസ് തിരൂർ. ഓടുന്ന ട്രെയിനിന്റെ ബ്രേക്ക് ജാമായതിനെ തുടർന്ന് ജില്ലയിൽ നിന്നുയർന്ന പൊടിപടലം പുകയാണെന്ന് തെറ്റിദ്ധരിച്ച് പരിഭ്രാന്തിയിലായി ട്രെയിൻ യാത്രക്കാർ. ചൊവ്വാഴ്ച വൈകിട്ട് എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീനിലേക്ക് പോവുകയായിരുന്ന മംഗള എക്സ്പ്രസിലേക്കാണ് പൊടിപടലം ഉയർന്നത്. ഇത് പുകയാണെന്ന് തെറ്റിദ്ധരിച്ച് യാത്രക്കാർ പരിഭ്രാന്തരാകുകയായിരുന്നു. മുത്തൂർ വിഷുപ്പാടത്ത് എത്തുന്നതിനിടെയാണ് ട്രെയിനിന്റെ ഒരു കമ്പാർട്ട്മെന്റിന്റെ പുറത്തുനിന്നും ജില്ലയിലെ പൊടിപടലം ഉയരുന്നത് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ട്രെയിൻ വിഷുപ്പാടത്ത് നിർത്തിയിട്ടു. ഇതോടെ യാത്രക്കാരും പുറത്തിറങ്ങി. പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെയാണ് പൊടിപടലം അണച്ചത്. വെട്ട ന്യൂസ് തിരൂർ. GLP സ്കൂൾ തെക്കുമുറിയിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ലഹരിക്കെതിരെ വിമുക്തി എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി പാവനാടകം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറി. തിരുവനന്തപുരം കാട്ടാക്കട എബനൈസർ ഹോമിലെ ജോൺ പാവനാടകം അവതരിപ്പിച്ചു. സ്കൂൾ HM അജിത EB, തിരൂർ എക്സൈസ് ഇൻസ്പെക്ടർ നൌഷാദ് V, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബാബുരാജ് KM, എക്സൈസ് ഉദ്യോഗസ്ഥൻ ചന്ദ്രമോഹൻ, അധ്യാപകരായ ബിന്ദു SG, ശശിധരൻ P എന്നിവരും സംസാരിച്ചു. എന്റെ കൊടല് കത്തണുമാ, പണം വെടഞ്ഞിട്ട് ദൈവേ ഓണം പായാക്കണുമാ. അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായി തച്ചൻ കുഞ്ഞി പറയാറില്ലേ. ഞാനൊരു പൂക്കളട്ടു, കാലത്തിന്റെ അമ്മേ പൂക്കളട്ടു, അച്ഛൻ വന്ന വൈകുന്നേരം വാളുണ്ട് പൂക്കളട്ടു.
വെട്ടം ന്യൂസ് തിരൂർ. ഒഴൂർ പഞ്ചായത്തിൽ VBS യാത്രയുടെ സ്വീകരണവും അനുബന്ധ പരിപാടികളും മികച്ച ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഒഴൂർ വെള്ളച്ചാലിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയേങ്ങൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഷ്കർ PK, സെയ്തലവി, ജമീല, കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് ചെയർമാൻ K. നാരായണൻ, PMEGP ഗുണഭോക്താവ് ചന്ദ്രൻ ചോലക്കൽ, വിവിധ കേന്ദ്ര സംസ്ഥാന വകുപ്പുകളുടെ പ്രതിനിധികൾ, ബാങ്ക് അധികൃതർ തുടങ്ങിയവർ സംസാരിച്ചു. ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗത്തിന്റെ ഡെമോൺസ്ട്രേഷൻ ഫാക്ട് പ്രതിനിധി ഫസീല നേതൃത്വം നൽകി. KGB ഒഴൂർ ബാങ്ക് മാനേജർ ഗോപിക KC സ്വാഗതവും BLBC കൺവീനർ ആതിര നന്ദിയും പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം പൊന്മുണ്ടം പഞ്ചായത്തിലെ വൈലത്തൂരിലായിരുന്നു VBSY ജാഥ സ്വീകരണം. വികസിത സങ്കല്പ യാത്ര താനൂർ ബ്ലോക്കിന് കീഴിലുള്ള ഒഴൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് എത്തിയിരിക്കുന്നു. ഒഴൂർ ഗ്രാമീൺ ബാങ്കാണ് ഇത് നേതൃത്വം കൊടുക്കുന്നത്. ഈ പഞ്ചായത്തിൽ ഗുണഭോക്താക്കൾ അറിയുന്നില്ല പദ്ധതികൾ എന്നുള്ള ഒരു പരാതിയാണ് ഇതിൻ്റെ നിർവഹണ ഘട്ടത്തിൽ പലപ്പോഴും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഏത് ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണെങ്കിലും, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും, അപ്പോൾ ജനകീയമായി ജനങ്ങളിലേക്ക് ഉപഭോക്താക്കളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്ന് അവരുടെ ആനുകൂല്യങ്ങളും അവരുടെ ആപ്ലിക്കേഷനും സ്വീകരിച്ചിട്ടുള്ള ഈ പദ്ധതി മാതൃകാപരമാണ്. ഇത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടതാണ്. വെട്ടം ന്യൂസ് താനൂർ. കേരള നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ അന്തർജില്ലാ സൈക്കിൾ പ്രചരണ യാത്രയും വനിതകളുടെ സൈക്കിൾ ഓട്ട മത്സരവും തിരൂരിൽ നടന്നു. സൈക്കിൾ ഓട്ട മത്സരം മുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമയും സൈക്കിൾ യാത്രാ ഉദ്ഘാടനം MLA കുറുക്കോളി മൊയ്തീനും നിർവഹിച്ചു. സ്ത്രീകളുടെ സൈക്കിൾ മത്സരം അതേപോലെ തന്നെ ഈ യാത്രയും സംഘടിപ്പിച്ച് വരുന്നു എന്നുള്ളത് തന്നെ സന്തോഷകരമായിട്ടുള്ള ഒരു സംഗതി. ഒന്ന്, യാത്രാ സൗകര്യം എളുപ്പമാക്കുക, മറ്റൊന്ന് ആരോഗ്യം സംരക്ഷിക്കുക, അപകടങ്ങൾ കുറയ്ക്കുക. ഈ 3 കാര്യങ്ങൾ ഇതിങ്ങനെ നടക്കും. കേരള നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ അന്തർജില്ലാ സൈക്കിൾ പ്രചരണ യാത്രയും വനിതകളുടെ സൈക്കിൾ ഓട്ട മത്സരവും തിരൂരിൽ നടന്നു. വനിതകളുടെ സൈക്കിൾ ഓട്ട മത്സരത്തിൽ 1ാം സ്ഥാനം ബിന്ദു പറശ്ശിനി കരസ്ഥമാക്കി. 5000 രൂപയും ട്രോഫിയും അടങ്ങുന്നതാണ് 1ാം സമ്മാനം. ഡോക്ടർ ലിവ്യ ജയദേവ് 2ാം സ്ഥാനവും ഡോക്ടർ സർഗാസ്വി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വനിതാ വിഭാഗം പ്രസിഡന്റ് ബുഷറ കുറ്റനാട്, കൗൺസിലർ അബ്ദുസലാം KK, ഡോക്ടർ ജയദേവ്, നൌഷാദ് പരന്നേക്കാട്, PA ബാവ, PP അബ്ദുൾ റഹ്മാൻ, ബാസി K തിരൂർ, ഡോക്ടർ PA രാധാകൃഷ്ണൻ, KK റസാഖ് എന്നിവർ പ്രസംഗിച്ചു. എല്ലാ വർഷവും ജനുവരി 2ാമത്തെ ആഴ്ച സൈക്കിൾ യാത്രാ വാരമായി ആഘോഷിച്ചു വരികയാണ് നല്ല ജീവന പ്രസ്ഥാനം. അതിൻ്റെ ഭാഗമായിട്ട് തിരൂരിൽ നിന്ന് ഒരു സൈക്കിൾ യാത്ര ആരംഭിക്കുകയും ആ സൈക്കിൾ യാത്ര ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ, പട്ടാമ്പി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് 6ാം ദിവസം തിരൂരിൽ വന്ന് യാത്ര അവസാനിപ്പിക്കും. യാത്രയിൽ സ്ഥിര യാത്രക്കാരായിട്ട് ഏതാണ്ട് 50ഓളം ആളുകളുണ്ടായിരിക്കും. നാളെ രാവിലെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് യാത്രയാവുക. ഇന്ന് നമ്മളെ ബഹുമാനപ്പെട്ട MLA ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ യാത്രക്കാരും ഇന്ന് രാത്രി എത്തിച്ചേരും. അങ്ങനെ നാളെ 6 മണിക്ക് ഇവിടെ നിന്ന് യാത്രയാവും. വെട്ടം ന്യൂസ് തിരൂർ. മംഗലം ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാറിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് K. പാത്തുമ്മക്കുട്ടി അധ്യക്ഷം വഹിച്ചു. കൃഷി, ആരോഗ്യം, കുടുംബശ്രീ വഴിയുള്ള വനിതാ ശാക്തീകരണം, തീരദേശ ടൂറിസം, ഭിന്നശേഷി ശാക്തീകരണം തുടങ്ങിയവയ്ക്ക് മുൻഗണന നൽകി തൊഴിലുറപ്പ് പദ്ധതിയടക്കം 10 കോടി രൂപയുടെ കരട് വാർഷിക പദ്ധതി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം ചേന്നര അവതരിപ്പിച്ചു. ഇതിൽ സംയുക്ത പ്രൊജക്ടുകളായ പെരുന്തിരുത്തി തൂക്കുപാലം റിപ്പയർ, ബഡ് സ്കൂൾ നിർമ്മാണം, മംഗലം ബൈപ്പാസ് റോഡ്, പെരുന്തിരുത്തി തെക്കേക്കടവ്, കാരാറ്റിക്കടവ് VCBകളുടെ നിർമ്മാണം എന്നിവയ്ക്ക് 10 ലക്ഷം രൂപ വീതം നീക്കിവെച്ചതും ഉൾപ്പെടും. ചടങ്ങിന് സെക്രട്ടറി ബീരാൻകുട്ടി അരീക്കാട്ടിൽ സ്വാഗതം പറഞ്ഞു. ജനപ്രതിനിധികളായ CM റംല, KT റാഫി, നിഷ രാജീവ്, അസിസ്റ്റന്റ് സെക്രട്ടറി S അനീഷ്, CMT സീതി, V അഷ്കർ അലി എന്നിവർ പ്രസംഗിച്ചു. ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പരിധിവരെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു
സംഭവബഹുലമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് തന്നെയാണ് പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് നടന്ന ഗ്രൂപ്പ് ചർച്ചയ്ക്ക് മെമ്പർമാർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, മംഗലം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.